ഹായ് ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് സുരേഷ് ബോക്സിൻ്റെ പുത്തൻ വീഡിയോ ഹാർദമായ സ്വാഗതം. നമ്മളൊപ്പം അർജുനുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തം അർജുനുണ്ടാവും. അപ്പം 2-3 വീഡിയോസിനകത്തപ്പോൾ അർജുനെ കാണാം. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവന് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാണിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവൻ ഇന്ന് പോകുന്ന സ്ഥലമൊക്കെ ഇവന് പരിചിതമായ സ്ഥലമാണ്. അപ്പം ഞങ്ങളോടൊപ്പം ഒന്ന് ഗൈഡ് ചെയ്യുകയും ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ റീബോണ്ടിങ് ടൈമാണ്. അതെ, ഈ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. അതെ അതെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് ശേഷം വീഡിയോ ഇതിലും പറഞ്ഞോ. ഇനി പറയാനൊന്നുമില്ല, ഇതിനെല്ലാം കാണിക്കാനേ ഉള്ളൂ, ഞങ്ങൾക്കും കാണാനേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഫുൾ പരിപാടി എന്ന് പറഞ്ഞാൽ അർജുൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെ പ്ലാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ടാ കാളവണ്ടിയില്ലടാ പോകുന്നത്. ഇവിടെ കാളവണ്ടിയില്ലല്ലോ. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. അതെ അതെ അതെ, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല, ഇതല്ലെങ്കിൽ ലോഡായിട്ട് പോകേണ്ടി വരും. അതെ അതെ അതെ. എനിക്ക് മനസ്സിലായി. കാശൊക്കെ എടുത്ത് വീഴ്ചയാണ്. 23 രൂപ. എന്താ ചിലർ പെറുക്കി കൊടുക്കുന്നത്, GPay എടുക്കത്തില്ലെന്ന്. ഇവർ ഗൂഗിൾ പേ റിസീവ് ചെയ്യാത്തത് ചില്ലറ ഇല്ലെങ്കിൽ അത്ഭുതമായിരിക്കും. അങ്ങനല്ല, അവർ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലവർ ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് അറിയത്തില്ല എന്നൊക്കെ പറയണേ. ഓ, അതൊരു കാര്യം കേട്ടോ. കാരണം അവർ ഇത്തിരി പരിചിതർ കാണുമായിരിക്കും. അതെ, അപ്പോൾ അവർക്ക് ഗൂഗിൾ പേ കിട്ടുന്നത് ആക്ച്വലി നോർമലി ചിന്തിച്ചാൽ ഇത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. കാരണം അക്കൗണ്ടിൽ തന്നെ കിട്ടും. ഇവർക്ക് അതല്ല, ക്യാഷ് ആയിട്ട് വേണം. അപ്പോൾ ഇവർക്ക് ഈ പൊതു തെറ്റിദ്ധാരണ ആയിരിക്കാം, ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. സുഹൃത്തുക്കളെ, ഞായറാഴ്ച ആള് കുറവാണ്. അത് നന്നായി, നമുക്ക് വേണ്ടിയുള്ള ദിവസമാണ്. CST നല്ല ആളായിരിക്കും. അതെ അതെ. ടുഡേ ഈസ് ചിൽഡ്രൻസ് ഡേ. പ്രായത്തിന് മൂത്ത് പോയെങ്കിലും ഞങ്ങൾ അപ്പനും അമ്മയ്ക്ക് ഞങ്ങൾ പിള്ളേരാണ്. നമ്മളെപ്പോഴും പിള്ളേരാണ്. അതെ. ചെയ്തോളൂ. നമ്മൾ ഇച്ചിരി ഡിഫറെൻറ്റ് റൂട്ട് നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. ഇന്ന് അവധി ദിവസമായിട്ട് വലിയ ആൾത്തിരക്കില്ല, അതുകൊണ്ട് ഇച്ചിരി ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ CST നല്ല ആൾ കാണും അല്ലേ? CST ആൾ കാണും. ഞാൻ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മുംബൈയിൽ അവധി ദിവസമായിട്ടും മുലൂണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആള് കുറവായത് എന്തായിരിക്കും എന്നാലോചിച്ചു. പിന്നെ പതുക്കെ കാര്യങ്ങൾ പിടികിട്ടി വന്നു. ഇവിടെ എന്തോ പണി നടക്കുകയാണ്. ഗോപാൽ 1902 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കൂ. മസാല ബൈറ്റ്സ് ഇവിടെ അതേ ഉള്ളല്ലോ. ഗോപാൽ ഡയമണ്ട്സോ ഇവിടുത്തെ ബ്രാൻഡുകൾ. ഗോപാലും ഡയമണ്ടും. എന്നാലും എല്ലാം ഈ പേര് കിഴങ്ങ് തന്നെ പരിപാടി. അതെ, കിഴങ്ങിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണ്. കിഴങ്ങും കിഴങ്ങിനെമാർ എന്ത് ചെയ്യാൻ? അല്ല, വെറുതെ എല്ലായിടത്തും ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലായിടത്തും ഉള്ളതാണ്. ആൾക്കാർ പോലും നിൽക്കുന്നില്ലടാ, അതെനിക്ക് സംശയം. എല്ലാവരും ഫാസ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതായത് ആൾ കണ്ടോ, എല്ലാവരും ഫാസ്റ്റായിട്ട് പോകാൻ വേണ്ടി. ഫാസ്റ്റ് ട്രെയിനാണ്. രണ്ട് ചാടി ഇറങ്ങി ഇപ്പുറത്ത് കയറുന്നു. ശ്വാസം മുട്ടിയിട്ടായിരിക്കും. ഈ തുരിത ഇറങ്ങുന്ന ഡ്രൈവായ പാള നീ എന്തോ ഉദ്ദേശിച്ചു ചാടി ഇറങ്ങി? കാരണം ഇയാൾക്ക് അത് പട്ടി ചെയ്ത് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുന്നത്. ഇതൊക്കെ പോകുന്നത് ഭേദം വേറെ ഇവിടെ തന്നെ നിൽക്കുന്നതാട്ടോ. ആ, നമ്മൾ പോകുന്നത് കറങ്ങാൻ പോവാ, അല്ല ചാവാൻ പോവല്ല. ഈ പിഴിഞ്ഞ ഇടം വരെ പോകുന്നതിലൊക്കെ നല്ല പോവായിരിക്കുന്നു. അയ്യോ, എൻ്റെ 45 രൂപ. അവർ പറഞ്ഞത് 11:08 വരേണ്ട ട്രെയിനാണ്. 11:20 ആയില്ലേ? അതങ്ങാണ്ട് എന്തുവാ റിപ്പയർ ചെയ്യുന്ന സമയമാണെന്നത്. ഇന്നലെ മറ്റേ ആ പുള്ളിക്കാരൻ പറഞ്ഞതാ. ഇത് പുള്ളിക്കാരൻ വൈകുന്നേരം നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ടില്ലായിരുന്നു. അടിക്കാരൻ. പക്ഷെ നമുക്ക് ഇന്ന് പോയിരിക്കാൻ പറ്റത്തില്ല. ഈ ഏരിയയ്ക്കാണ് നമ്മൾ വരുന്നത്. 2 കോടി എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ പക്ഷേ 2 കോടിക്ക് നമ്മൾ ഇന്ന് മേടിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ അത് 3, 3.5, 4 കോടിയാണ്. അങ്ങനെ ഒടുവിൽ ഫാസ്റ്റ് ട്രെയിൻ ട്രാക്കിൽ ട്രെയിൻ കയറാൻ ചെന്നപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്, പക്ഷെ ഭീകര തള്ളാണ്. എൻ്റെ ദൈവമേ, എന്തോ ആളാ. നമുക്ക് കയറാനൊന്നും തോന്നുന്നില്ല. ആരെങ്കിലും ഇറങ്ങി തന്നാൽ കയറായിരുന്നു ആ ഗ്യാപ്പിലോട്ട്. ഈ പോകുന്ന ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. അതുകൊണ്ട് കയറാൻ മാത്രമേ ഉള്ളൂ പാട്. ലേഡീസ് കമ്പാർട്ട്മെന്റ് തോന്നുന്നു. ചതി
ലിസ്റ്റ് കീറി പറ്റിയടാ, അവള് കീറി പറ്റി. ഒടുവിൽ കയറിപ്പെട്ടു. യാത്ര പോവുകയാണ്. അങ്ങനെ കുറെ സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടി തുടങ്ങി. അങ്ങുമിങ്ങും ലഭ്യമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. ഞങ്ങളുടെ ലക്ഷ്യം CST സ്റ്റേഷനാണ്. CST റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ വീഡിയോസ് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊക്കെ പോയി കാണുക. ഇനി കാണാൻ പോകുന്ന പല കാഴ്ചകളും വലിയ വീഡിയോസ് ആക്കി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പലതും നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മുംബൈയുടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ താഴെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. ഒടുവിൽ CSTയിൽ ഇറങ്ങി നടക്കുകയാണ്. കയ്യിലിരുന്ന കുപ്പിവെള്ളം തീർന്നതുകൊണ്ട് മിനറൽ വാട്ടർ ലിറ്ററിന് 12 രൂപ കൊടുത്ത് നിറയ്ക്കുവാണ്. അങ്ങനെ CSTക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. CSTക്ക് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അടുത്തുള്ള സൗത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പിലേക്ക്. ആ കാണുന്ന 3 കട കണ്ടോ? പൊറോട്ട എവിടെയാണ്? ലക്ഷ്യം പൊറോട്ടയും കിഴങ്ങറിയും കഴിക്കുക എന്നതാണ്. പൊറോട്ട 3 പ്ലേറ്റ്. പൊറോട്ട കഴിച്ചു നോക്കട്ടെ, അങ്ങനെ ടേസ്റ്റ് എന്ന് പറ. ഞങ്ങൾ ഇന്നലെ കഴിച്ചതാണ്. കറി ഈ പൊറോട്ടയും കിഴങ്ങറിയും നേരത്തെ ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ നേരത്തെ കഴിച്ച ഫുഡ് അർജുനും കൂടെ ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പൊറോട്ട മാത്രമല്ല, ബോണ്ടയും ഉള്ളിവടയും പരിപ്പുവടയും എല്ലാ സാധനവും ഇവിടെ കിട്ടും. നിരക്കുന്ന കച്ചവടക്കാരുടെ ഉന്തുവണ്ടികളാണ് ഈ കാണുന്നത്. എത്ര മാനപാല പോലെ പോകുന്നത്. ഇന്ന കച്ചവടശാല ചെയ്തത്. അത് കഴിഞ്ഞ് ആ തെരുവിലൂടെ നടന്ന് പിന്നീട് നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പോവാണ്. ലസ്സി ഇല്ലേ? ആണോ? ഈ ലസ്സിക്ക് പഞ്ചസാര ഇട്ടില്ലേ? घूमने का ऑप्शन है ये डबल डकर बस में घूमने का. ये गाड़ी पकड़ो, म्यूजियम में उतरो. म्यूजियम में 150 टिकट है. ओ वो आधा घंटा घुमाता है. ഓ കുറച്ചൊക്കെ പിടി ബാക്കി ഞാൻ പറഞ്ഞു തരും. മ്യൂസിയം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. മ്യൂസിയം ഇവിടുന്ന് കയറി അങ്ങോട്ട് പോകണം. അവിടെ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് ഡബിൾ ഡെക്കർ ബസ് ഇത് നോർമലായിട്ട് പോകുന്ന ബസ്സാണ്. നോർമൽ സർവീസാണ്. അവിടെ നിന്നാണ് ഈ ഘൂമിനെ കിലിയെ കിട്ടുക. നമ്മളിങ്ങനെ ക്ലൂ നിൽക്കണം. അതെ, തീരുന്നില്ലല്ലോ, ഈ ക്യൂ തീരുന്നില്ല. അപ്പൊ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ ആദ്യം ഇവിടെ ഈ കാണുന്ന നീണ്ട ക്യൂ നിൽക്കണം. ഇതിവിടെയുള്ള മ്യൂസിയം ജംഗ്ഷനിലേക്കാണ് ആദ്യ യാത്ര. നമ്മൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന മ്യൂസിയം ജംഗ്ഷൻ അവിടം വരെ ഉള്ളൂ സാധാരണ ബസ്സിൽ പോകുന്നത്. അവിടെ നിന്നാണ് ടൂറിസ്റ്റ് ബസ്സിന് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു താഴെ ഇരിക്കുന്ന ഒരാൾക്ക് 75 രൂപയും മുകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് 150 രൂപയും ടിക്കറ്റ് ഫീസ്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. മ്യൂസിയം ജംഗ്ഷൻ അതും ഒരു ഡബിൾ ഡെക്കർ ബസ് യാത്രയാണെങ്കിലും ഇതൊരു സാധാരണ ഓട്ടമാണ്. ഇവിടെ അടുത്തേക്ക് തന്നെയാണ് ആ സ്റ്റോപ്പ്, മ്യൂസിയം ജംഗ്ഷനിൽ. ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് മിനിമം ചാർജ് 6 രൂപയാണ്. ഒരാൾക്ക് വെറും 6 രൂപയ്ക്ക് 3 പേർക്കും കൂടി 18 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ മുമ്പോട്ട് നീങ്ങുവാണ്. ഇതുമാത്രം ആളാണ്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ബെസ്റ്റ് എന്നുള്ള അതിൻ്റെ ഫുൾ ഫോമാണ് ഈ കാണുന്നത്. ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്. എത്ര ബസ്സാണ് കറങ്ങി തിരിഞ്ഞെന്ന് നോക്കി. ഡബിൾ ഡെക്കർ, ഡബിൾ ഡെക്കർ, അടിപൊളി. അങ്ങനെ ഒടുവിൽ ബസ്സിൽ കയറിപ്പറ്റി മുകളിലെ തട്ടിലേക്ക് ചാടിക്കയറി പൊക്കത്ത് നിന്ന് കാഴ്ചകൾ കാണാനുള്ള പൂതി. പണി പുറകെ വരുന്നുണ്ട്. ഓരോരുത്തരും സൈഡ് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഞാനും സൈഡ് സീറ്റ് പിടിച്ചു. ഇതേ കണ്ട ബസ്സുകൾ പോകുന്നേ. എത്ര ബസ് ഇതിനകത്ത് നിരന്ന് കിടക്കുന്നത്. ഇത്തരം ക്ലാസിക്കൽ ബിൽഡിങ്സിനിടയ്ക്ക് ഇത്തരം മോഡേൺ ബസ്സുകൾ.
നമുക്കിനിയും പോകുന്നത് ടൂറിസ്റ്റ് ബസ്സുകൾ കിടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയിട്ട് വേണം അത്തരം വണ്ടികൾ കയറി ട്രാവൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ വണ്ടി പുറപ്പെടുവാണ് സുഹൃത്തുക്കളെ. കണ്ട കറങ്ങി ഓരോ ബസ്സുകളുടെയും ഇടയ്ക്കൂടെ പോവുകയാണ്. അല്പം ടിൻഡ് ഷെയ്ഡുള്ള ഒരു ഗ്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നും നമ്മുടെ അകത്തോട്ട് അടിക്കത്തില്ല. ഭയങ്കര സുഖമാണ്. അകത്ത് AC ആണ്. ഫുൾ ലെങ്തി ഗ്ലാസ് ആയിട്ട് തന്നെ കാഴ്ചകൾ അടിമുടി കാണാൻ പറ്റും. ഇതിനേക്കാൾ സുഖകരമായിട്ടായിരിക്കും നമുക്ക് ഈ മുംബൈയുടെ മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. പകൽ സമയത്ത് ഈ വെയിലിൻ്റെ വലിയ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര സുഖമായിരിക്കും. ഇതിൽ അനൗൺസ്മെന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇത് മ്യൂസിയം ജംഗ്ഷൻ ആണെന്നും അറിയത്തില്ല. കാഴ്ചകൾ കണ്ട് പോകുന്നതിനിടയ്ക്ക് ഇറങ്ങേണ്ട സ്ഥലം അറിയാത്തത് കൊണ്ട് ഇവിടെയാണോ സ്റ്റോപ്പ് എന്നറിയാൻ കണ്ടക്ടറോട് ചോദിക്കാൻ ഭാഷ അറിയാവുന്ന വിഷ്ണുവിനെ പറഞ്ഞു വിട്ടു. വിഷ്ണു അവിടെ കണ്ട ഒരു യാത്രക്കാരിയോട് ചോദിക്കുന്നു, താഴെ പോയി കണ്ടക്ടറോട് ചോദിക്കാൻ പറഞ്ഞപ്പോ അറിയത്തില്ല, താഴോട്ട് കൂടാ. അവര് ടിക്കറ്റ് വാങ്ങി പരിശോധിക്കുന്നു. സ്റ്റോപ്പ് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ ടിക്കറ്റ് വാങ്ങി പരിശോധിച്ചിട്ട് അവരെന്തെടുക്കും? അവര് മ്യൂസിയം ജംഗ്ഷൻ ആണെന്ന് വായിച്ചു നോക്കുമോ? മ്യൂസിയം ജംഗ്ഷൻ ആണെന്ന് അറിഞ്ഞാൽ പോരെ. അവൻ ആവശ്യമില്ലാത്തതും ചോദിച്ച് പണി മേടിക്കുക. 1815 സെന്റ് ആൻഡ്രൂസ് കത്തീഡ്രലാണ് ഈ കാണുന്നത്. ഒടുവിൽ താഴേക്ക് ചോദിക്കാൻ പോയ വിഷ്ണുവിനെ കാണുന്നില്ല. എടാ ഇതാന്ന് തോന്നുന്നു. ചോദിച്ച് ഇതാന്ന് നോക്ക്, ഇത് തന്നെ. വിൻഡോയിൽ കൂടെ നോക്കിയപ്പോ ആശാൻ വെളിയിൽ നിൽക്കുന്നു. ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. ഭാഗ്യം, ഇറങ്ങാൻ പറ്റി. ഇനി തിരിച്ച് വിഷ്ണുവിൻ്റെ അടുക്കെ പോവാണ്. വാ, പെട്ടെന്ന് ഓടിപ്പോരും. എടാ എവിടോ കണ്ടില്ലേ? എവിടെയോ കണ്ട് നല്ല ചായ, മുഖച്ഛായയുള്ളൊരു വ്യക്തി. നിങ്ങൾ ഇവിടെ ആയിരുന്നു വരേണ്ടത് കേട്ടോ. അതല്ല, ഇവിടെ അവൻ ചാടി ഇറങ്ങി. ഞങ്ങളുടെ താഴെ വരുമ്പോഴേ വണ്ടി വിട്ടു. പക്ഷെ ദൈവം സഹായിച്ച് തൊട്ടടുത്താണ് നിർത്തിയത്. ഏറ്റവും വേണ്ടി അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു. നമ്മളിനി കയറാൻ പോകുന്ന വണ്ടി ഈ സെയിം റൂട്ട് തന്നെ പോകുന്നേ. പക്ഷെ നമ്മൾ ഗൂമിലേക്ക് പോകുന്നു. ഇത് ചുമ്മാ ഇടിച്ചു കുത്തി പോകുന്നു. അതാണ് വ്യത്യാസം. ഇതാണോ മ്യൂസിയം ജംഗ്ഷൻ? അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം പുറത്തിറങ്ങി ഡബിൾ ഡെക്കർ ബസ്സിനായി കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് ഒരു ഡൗട്ട്, ശരിക്കും അങ്ങനെ ഒരു ബസ് ട്രിപ്പ് ഉണ്ടോ, അതോ ഞങ്ങൾ ഇറങ്ങിയ ബസ് തന്നെ ആയിരുന്നോ അത്? അതിന്റെ ഉത്തരവുമായി അടുത്ത വീഡിയോ വരുന്നു. കാത്തിരിക്കൂ. അപ്പൊ പിന്നെ കാണാം.